പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലല്ലേ ഇങ്ങനത്തെ സാഹചര്യമൊക്കെ വരെ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നോ ഫാമിലി മെമ്പേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൽ നിന്നോ അവർ പറയുന്ന ചില വാക്കുകളാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളാൽ നമുക്ക് അങ്ങ് ഭയങ്കര ഹേർട്ടായേക്കാം. നമ്മുടെ ഹൃദയത്തിൽ അത് വലിയൊരു മുറിവായേക്കാവേ. അപ്പം നമ്മുടെ ഈശോയുടെ മക്കളായി നമ്മൾ എന്നാ ചെയ്യും? എന്നാ നമ്മൾ ചെയ്യണ്ടേ? നമ്മൾ നമ്മുടെ ഈശോയുടെ മാറിലോട്ട് അങ്ങ് ചാരുമല്ലേ, നമ്മുടെ അപ്പൻ്റെ നെഞ്ചിലോട്ട് അങ്ങ് ചാരി അങ്ങ് കിടക്കും. അപ്പോൾ നമ്മൾ ഈ ചാരുന്ന നെഞ്ചിൻ്റെ ഉടമയില്ലേ നമ്മുടെ ഈശോ, നമ്മുടെ ഈശോയുടെ ഹൃദയം എങ്ങനെയാണെന്നറിയാമോ? നമുക്ക് വേണ്ടിയുണ്ടല്ലോ, നമുക്ക് വേണ്ടി എപ്പോഴും സ്നേഹത്താൽ ജ്വലിക്കുന്ന, നമുക്ക് വേണ്ടി എപ്പോഴും സ്നേഹത്താൽ തുടിക്കുന്ന, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ് മുൾമുടി അണിഞ്ഞ് രക്തം ഒഴുകുന്ന ഒരു ഹൃദയം നമ്മുടെ അപ്പനുള്ളത്. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ അപ്പനില്ലേ, നമ്മുടെ അപ്പനെ മുറിവേൽപ്പിച്ചവരൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളേ. അളവില്ലാണ്ട് ഈശോ സ്നേഹിച്ചു, അളവില്ലാണ്ട്. അതുകൊണ്ട് ഈശോയുടെ മക്കളായ നമുക്കുണ്ടല്ലോ അവരെ സ്നേഹിക്കാവേ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചേ, നമ്മുടെ ചുറ്റിലും ഇത്രയും ആൾക്കാരുണ്ട്. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് നിന്നെ ഈശോയുടെ ചൂടറിയാൻ വേണ്ടിയിട്ടും ഈശോയുടെ സ്നേഹം അറിയാൻ വേണ്ടിയിട്ടും ഈശോയെ സ്നേഹിക്കാനും നിനക്ക് ആ കൃപ നിനക്ക് കിട്ടിയിട്ടുണ്ടേ, അതിനുള്ള കൃപ നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ സ്പെഷ്യൽ. ജെറമ്യ 29:11 പറയുന്നില്ലേ, എൻ്റെ മനസ്സിൽ നിനക്ക് വേണ്ടി ഒരു പദ്ധതിയുണ്ട്. യെസ്, ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യു. നമ്മുടെ മുടിയുടെ ഇഴയുടെ എണ്ണം പോലും അറിയുന്ന ഈശോ ആണ്. നമ്മുടെ മുടിയുടെ ഇഴയുടെ എണ്ണം പോലും, ഓരോ കൊച്ചു കാര്യം പോലും അറിയുന്ന നമ്മുടെ ഒരു അപ്പനാണ് നമുക്കുള്ളത്. ആ അപ്പൻ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈശോ ദാനമായി തന്ന ആ ആൾക്കാരില്ലേ, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് അവരെ അളവില്ലാണ്ട് സ്നേഹിക്കാം, നമുക്ക് അവർക്ക് ഈശോയെ കൊടുക്കാം, ഈശോയിലേക്ക് അവരെ നയിക്കാം. സോ നമ്മുടെ ഹൃദയവും നമുക്ക് ഈശോയുടെ ഹൃദയം പോലെയാക്കാം. നമ്മുടെ ഈ അപ്പൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈശോയെ മുറിവേൽപ്പിച്ചവർക്ക് നേരെ സ്നേഹം മാത്രം ഒഴുകിയിട്ടുള്ളൂ. അതുപോലെ നമുക്കും നമ്മുടെ ഹൃദയത്തിലെ മുറിവിൽ നിന്ന് നമ്മളെ വേദനിപ്പിച്ചവരിലേക്ക് സ്നേഹം മാത്രം ഒഴുകാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്.